സ്റ്റുഡൻസ്, ഹിസ്റ്റോമൈൻ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് ക്ലാസ് 9 SS-ന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, ഐഡിയാസ് ആൻഡ് ദ ഏർലി സ്റ്റേറ്റ്സ്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നോക്കിയത് ജൈനമതവും അതിന്റെ ആശയങ്ങളെയും പറ്റിയാണ്. അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് ബുദ്ധമതവും ഗൗതമ ബുദ്ധനും. ബുദ്ധമതത്തിന്റെ സ്ഥാപകനാണ് ഗൗതമ ബുദ്ധൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ ഗൗതമൻ. അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു. എന്നാൽ ആ ഒരു ജീവിതത്തിൽ അദ്ദേഹം ഒട്ടും സന്തോഷവാനായിരുന്നില്ല. കാരണം തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ദുഃഖങ്ങളുടെ കാരണം അന്വേഷിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ കൊട്ടാരം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കാൻ തയ്യാറെടുത്തു. ബോധഗയയിലെ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ ധ്യാനത്തിലിരിക്കെ അദ്ദേഹത്തിന് എന്ത് അനുഭവം ലഭിച്ചു? ജ്ഞാനം ലഭിച്ചു. അതിനുശേഷം അദ്ദേഹം ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ജൈനമതത്തെ പോലെ ഗൗതമ ബുദ്ധൻ എന്ത് ചെയ്തു? വേദിക് റിച്വൽസിനെയും ജാതി വ്യവസ്ഥയും എതിർത്തു. ഗംഗാതടത്തിലെ പുതിയ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച അഹിംസ എന്ന ആശയം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗംഗാതടത്ത് ഉയർന്നു വന്ന പുതിയ സോഷ്യോ എക്കണോമിക് സിസ്റ്റം കൃഷിയെയും കന്നുകാലി വളർത്തലിനെയും അടിസ്ഥാനമാക്കിയായിരുന്നു. എന്നാൽ യാഗങ്ങൾക്ക് വേണ്ടി കൂടുതലും ബലി നൽകിയിരുന്നത് കന്നുകാലികളെയായിരുന്നു. ഇത് കൃഷിയെയും ചരക്ക് നീക്കത്തെയും പ്രതികൂലമായി ബാധിച്ചു. യാഗങ്ങൾക്കെതിരെ ഗൗതമ ബുദ്ധൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ നിലപാടുകൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരെ ആകർഷിച്ചു. സാധാരണക്കാരന്റെ ഭാഷയായിരുന്ന പാലിയിലാണ് ഗൗതമ ബുദ്ധൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഈ കൊടുത്തിട്ടുള്ളത് ഗൗതമ ബുദ്ധനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട വിവരണങ്ങളാണ്. ഫസ്റ്റ് വൺ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. എവിടെയാണ് ജനിച്ചത്? ലുബനിയിലായിരുന്നു ജനനം. ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ച് അദ്ദേഹം ബോധോദയം നേടി. സാരനാഥിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഭാഷണം നടന്നത്. കൂടാതെ ഗൗതമ ബുദ്ധൻ നിർവ്വാണം പ്രാപിച്ചത് കുശിനാരിയിലാണ്. അത് കുശി നഗരത്തിൽ വെച്ചാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചത്. ഈ പ്രധാനപ്പെട്ട ബുദ്ധാസ് പ്രിൻസിപ്പൾ, ബുദ്ധന്റെ തത്വങ്ങൾ. ജീവിതം ദുഃഖമയമാണ്. ആശയാണ് നമ്മുടെ ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ആശയെ നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതെയാകും. ഇതിന് അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണം. Life is full of source. Desire is the cause of source. If desire is destroyed, sorrow will disappear. To achieve this, the eightfold path should be followed. ഇനി എന്താണ് അഷ്ടാംഗ മാർഗം, അതായത് മധ്യമാർഗം എന്ന് പറയുന്നത്? മധ്യമാർഗം എന്ന് പറയുന്നത് ഒരു വ്യക്തി കഠിനമായി സന്യാസം സ്വീകരിക്കുന്നതും അതുപോലെ ആർഭാട ജീവിതം നയിക്കുന്നതിന് ബുദ്ധൻ നിരാകരിക്കുന്നു, എതിർക്കുന്നു. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ മധ്യമാർഗത്തെയാണ് ബുദ്ധൻ നിർദ്ദേശിക്കുന്നത്. അതായത് ശരിയായ വീക്ഷണം, ചിന്ത, വാക്ക്, പ്രവൃത്തി, ജീവിതം, പരിശ്രമം, സ്മരണം, ധ്യാനം. ഇതിനെ അഷ്ടാംഗ മാർഗമെന്നും മധ്യമാർഗമെന്നും അറിയപ്പെട്ടു. അടുത്ത ടോപ്പിക്ക് സ്തൂപങ്ങൾ. ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികളാൽ സമ്പന്നമാണ് സ്തൂപങ്ങൾ. സാഞ്ചി, സാരനാഥ് എന്നിവിടങ്ങളിലെ സ്തൂപങ്ങൾ പ്രസിദ്ധമാണ്. ബുദ്ധമത പ്രചാരണത്തിന് സന്യാസിമാരുടെ ഒരു സംഘങ്ങൾ രൂപീകരിച്ചു. ജാതിയോ ലിംഗവ്യത്യാസങ്ങളോ കൂടാതെ എല്ലാവരെയും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തി. സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്ത്രീകൾ എന്താണ്? ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടത്. ചർച്ചകളിലൂടെയും ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെയും ആയിരുന്നു സംഘങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത്. ഈ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള ബുദ്ധൻ സന്യാസി സംഘത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നു, നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നതോടുകൂടി അവ പരസ്പരം ഒന്നാവുകയും അവയുടെ പേരുകൾ നഷ്ടമാവുകയും ചെയ്യുന്നു. അതുപോലെയാണ് ഒരാൾ ബുദ്ധ സന്യാസി സംഘത്തിൽ അംഗമാകുന്നതോടുകൂടി അയാളുടെ ജാതിയും പദവിയും കുടുംബവും മറക്കുന്നു. പിൽക്കാലത്ത് ബുദ്ധമതം രണ്ടായി പിരിഞ്ഞു. മഹായാനം, പിന്നെയുള്ളത് ഹീനയാനം. മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിച്ചു. മഹായാനക്കാർ എന്ത് ചെയ്തു? ബുദ്ധനെ ദൈവമായി ആരാധിച്ചു. ബുദ്ധമതം ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബുദ്ധമത സംഘത്തിന്റെ പ്രവർത്തന രീതി സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകമായി മാറി. അപ്പോൾ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്? ഇറ്റ് ഹെൽപ്പ് ടു എന്തിനൊക്കെയാണ്? സെൻസ് ഓഫ് ഡെമോക്രസി ആൻഡ് വാല്യൂ ഇൻ ദ സൊസൈറ്റി. കൊടുത്തിട്ടുള്ളത് മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപം. ലോകം ഇന്ത്യയെ അറിയുന്നു.
പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിയുന്നത് ബുദ്ധമതത്തിലൂടെയാണ്. ചൈന, ജപ്പാൻ, ബർമ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, തെക്കു കിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ ബുദ്ധമതം പ്രചരിച്ചു. ഇനി അടുത്ത ടോപ്പിക്ക് കേരളവും ബുദ്ധമതവും. ബുദ്ധവിശ്വാസങ്ങൾ കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. പുരാതന തമിഴ് കൃതിയായ മണിമേഖലയിലെ നായികയായ മണിമേഖല ബുദ്ധമതം സ്വീകരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബുദ്ധ പ്രതിമകളും മറ്റ് ചില ശേഷിപ്പുകളും ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ചില വാക്കുകളും സ്ഥലനാമങ്ങളും ബുദ്ധമതത്തെ സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് മെറ്റീരിയലിസം, അതായത് ഭൗതികവാദം. പ്രാചീന കാലം മുതലുള്ള ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ വ്യത്യസ്ത ആശയധാരകളുടെ കടന്നുകയറ്റമാണ്. BC 6-ാം നൂറ്റാണ്ടിൽ നിരവധി ആശയങ്ങളാണ് രൂപപ്പെട്ട. അവയിൽ ചിലത് നമ്മൾ ഓൾറെഡി പഠിച്ചു, ജൈനമതം, ബുദ്ധമതം. അവ കൂടാതെ പ്രധാനപ്പെട്ട BC 6-ാം നൂറ്റാണ്ടിലെ ഒരു ആശയധാരയായിരുന്നു ഭൗതികവാദം, അതായത് മെറ്റീരിയലിസം. അജിതകേശ കമ്പളിനായിരുന്നു ഈ ചിന്താധാരയുടെ പ്രചാരകൻ. അദ്ദേഹം ബുദ്ധന്റെ സമകാലീനനായിരുന്നു. എല്ലാ മത അനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകം, പരലോകം എന്നിവ ഇല്ലെന്ന് ഭൗതികവാദികൾ അഭിപ്രായപ്പെട്ടു. ഭൗതികവാദികൾ ഇങ്ങനെ പറഞ്ഞു: മനുഷ്യർ 4 ഘടകങ്ങൾ, അതായത് 4 എലമെന്റ്സ് കൊണ്ട് നിർമ്മിതമാണ്. അവർ മരിക്കുമ്പോൾ അവരിലെ ഖരാംശം ഭൂമിയിൽ ലയിക്കുന്നു, ദ്രാവാംശം വെള്ളത്തിലും, ചൂട് തീയിലും, ശ്വാസം വായുവിലും, ഇന്ദ്രിയങ്ങൾ ശൂന്യ അന്തരീക്ഷത്തിലും ലയിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും. ഇങ്ങനത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.